കേരളത്തെ ഞെട്ടിച്ച താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ പുതിയ വഴിത്തിരിവ്. കേസിലെ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസ് ബെഞ്ചും കുര്യാൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചുമാണ് ഈ നിർണായകമായ വിധി പ്രഖ്യാപിച്ചത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ കേസുകളിൽ ജാമ്യം ലഭിക്കാൻ പ്രയാസമാണെന്നിരിക്കെ കോടതിയുടെ ഈ തീരുമാനം നിയമവൃത്തങ്ങളിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് കുറ്റം ആരോപിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ അവസരം ലഭിക്കുമ്പോൾ മറുവശത്ത് നീതിക്കായി കാത്തിരിക്കുന്ന ഷഹബാസിന്റെ കുടുംബത്തിന് ഇത് കനത്ത ആഘാതമായി മാറിയിരിക്കുകയാണ്. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും അത് ചില കർശന വ്യവസ്ഥകളോടുകൂടിയാണ്. കേസ് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് പ്രതികളായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നാണ് പ്രധാന വ്യവസ്ഥ. ഇത് കേസിന്റെ തുടർന്നുള്ള നടപടികളിൽ പ്രതിഭാഗത്തിന്റെ സഹകരണം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ ശ്രമിക്കരുത്, കോടതിയുടെ അനുമതിയില്ലാതെ കേരളം വിട്ടു പോകരുത് തുടങ്ങിയ സാധാരണ ജാമ്യ വ്യവസ്ഥകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്നു. ഈ ജാമ്യം ലഭിച്ചതോടെ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് തടവിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കും. എന്നാൽ വിചാരണ പൂർത്തിയാക്കുന്നവരെ അവർ നിയമത്തിന്റെ നിരീക്ഷണത്തിൽ തുടരുകയും ചെയ്യും. കേസിന്റെ തെളിവുകൾ, സാക്ഷിമൊഴികൾ, അന്വേഷണ റിപ്പോർട്ടുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമവിധി വരിക. ഈ കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് നേരത്തെ തന്നെ അവസരം ഒരുക്കിയിരുന്നു. കേസിൽ പ്രതികളാണെങ്കിലും അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുത് എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. ഇതിന്റെ ഫലമായി ഈ 6 വിദ്യാർത്ഥികൾക്കും +1 പ്രവേശനം നേടാൻ സാധിച്ചിരുന്നു. ഇതിൽ 3 പേർ താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ശേഷിച്ചവർ കോഴിക്കോട് നഗരത്തിലെ വിവിധ സ്കൂളുകളിലുമാണ് പഠനം തുടരുന്നത്. ഇതൊരു സങ്കീർണമായ വിഷയമാണ്. ഒരു വശത്ത് വിദ്യാർത്ഥിയുടെ ഭാവിക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ട്, മറുവശത്ത് അതിക്രൂരമായ ഒരു കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെട്ടവർക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമോ എന്ന ആശങ്കയും ഉയർത്തുകയാണ്. വിദ്യാർത്ഥികളായതിനാൽ അവർക്ക് പ്രത്യേക പരിഗണന നൽകുമോ എന്ന കാര്യത്തിലും നിയമപരമായ വാദങ്ങൾ ഉയരാം. എന്നാൽ കോടതിയുടെ ഈ തീരുമാനം നിയമപരമായ നടപടികൾ പാലിച്ചുകൊണ്ട് തന്നെയാണെന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ഫെബ്രുവരി 27-നാണ് താമരശ്ശേരിയെയും കേരളത്തെയും നടുക്കിയ ആ ദാരുണമായ സംഭവം അരങ്ങേറിയത്. താമരശ്ശേരിയിലെ ഒരു സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ വെച്ച് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ നിസ്സാരമായ ഒരു തർക്കത്തിന് 15 വയസ്സുകാരനായ മുഹമ്മദ് ഷഹബാസിന്റെ ജീവനെടുത്തത്. എലേറ്റിൽ MJSSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസ് ഒരു സംഘം വിദ്യാർത്ഥികളുടെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാവുകയായിരുന്നു. മർദ്ദനത്തിൽ ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും ദിവസങ്ങളോളം മരണത്തോട് മല്ലടിച്ച് ഒടുവിൽ ഷഹബാസ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഒരു ചെറിയ തർക്കം ഇത്രയും വലിയ ദുരന്തത്തിൽ കലാശിച്ചത് എല്ലാവരെയും ഞെട്ടിപ്പിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്കിടയിലെ ആക്രമണവാസനയും അത് നിയന്ത്രിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിച്ചു. ഷഹബാസ് കൊലക്കേസ് പ്രാദേശിക തലത്തിൽ മാത്രമല്ല, സംസ്ഥാന തലത്തിലും വലിയ ചർച്ചാ വിഷയമായിരുന്നു. വിദ്യാർത്ഥികൾക്കിടയിലെ ആക്രമണം, കൗമാരക്കാരുടെ മാനസികാരോഗ്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സുരക്ഷ എന്നിവയെല്ലാം ഈ കേസ് ഉയർത്തിക്കൊണ്ടുവന്ന ചോദ്യങ്ങളാണ്. കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതോടെ ഷഹബാസിന്റെ കുടുംബത്തിന്റെ നീതിക്കായുള്ള പോരാട്ടം കൂടുതൽ സങ്കീർണമാകും. അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പോലീസ് സമർപ്പിച്ച കുറ്റപത്രവും അതിലെ തെളിവുകളും വിചാരണയിൽ നിർണായകമാകും. ജാമ്യം ലഭിച്ചുവെന്നതുകൊണ്ട് പ്രതികൾ നിരപരാധികളാണെന്ന് അർത്ഥമില്ല. വിചാരണ പൂർത്തിയായി കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ അവർക്ക് നിയമപരമായ പരിരക്ഷകൾ ഉണ്ടാകും. ഷഹബാസിന്റെ കുടുംബം ഇപ്പോഴും തങ്ങളുടെ മകന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് താൽക്കാലികമാണെന്നും കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. ഈ കേസിലെ ഓരോ നീക്കവും പൊതുസമൂഹം ഉറ്റുനോക്കുകയാണ്. വിദ്യാർത്ഥികൾക്കിടയിലെ ആക്രമണങ്ങൾ തടയാൻ നിയമവ്യവസ്ഥയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമൂഹത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കേസ് അടിവരയിടുന്നത്.